ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണം. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് പീനട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓട്സ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് കാഷ്യൂനട്ട് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പീനട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പൊടിക്കുന്ന ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന ഓട്സും കാഷ്യൂനട്ടും പീനട്ടും കൂടെ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ ഈ കരിപ്പോട്ടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു മധുരത്തിനനുസരിച്ചുള്ള കരിപ്പോട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കരിപ്പോട്ടിക്ക് പകരം ശർക്കരയോ പഞ്ചസാരയോ ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കരിപ്പോട്ടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതേ രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാൻ പോവാണ്. ജ്യൂസ് അടിക്കുന്ന ജാറാണ് ഞാൻ എടുത്തത്. ജാറിനകത്തോട്ട് ഞാൻ ഈ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2 പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറുത്ത ഗ്രേപ്സ്, ഡ്രൈ ഗ്രേപ്സ് ആണ് കേട്ടോ, അതും കൂടെ ഞാൻ ഇതിനകത്തിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അളവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട്സിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ഡേറ്റ്സ് കേട്ടോ, അതിൻ്റെ കുരു കളഞ്ഞെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എടുത്തിരിക്കുന്ന 1/2 ലിറ്റർ പാല്, അത് കുറച്ച് തണുപ്പിച്ചതാണ് ഞാൻ. കുറച്ച് കട്ടയായിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചൂടാക്കിയിട്ട് അത് തണുപ്പിച്ച് ഇതിനകത്ത് ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്കിത് മിക്സിക്കകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് ജ്യൂസ് അടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പം ഇനി ഞാൻ ഇതിനൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.